ഞങ്ങളുടെ വിശ്വാസത്തിന് അടയാളമായി കുരിശിനെ ഇവിടെ സ്ഥാപിതജനങ്ങൾക്കും അങ്ങയുടെ സാന്നിധ്യം അനുഭവേദ്യമാകട്ടെ. ഇഹത്തിൽ ക്രിസ്തുവിൻ്റെ സകല രഹസ്യത്തോട് ഗാഢമായി ഐക്യപ്പെട്ട് പരത്തിൽ പുനരുത്ഥാന സൗഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ രൂപം നമുക്ക് ആസ്വദിക്കാം. ദൈവമേ, ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയ്ക്കും വരുവാനിരിക്കുന്ന മഹത്വത്തിന്റെ പ്രതീകമായി പരിശുദ്ധ കന്യകാമറിയത്തെ നൽകിയല്ലോ. ഈ അമ്മയുടെ തിരുസ്വരൂപമാണെന്നുള്ള എല്ലാവരും വിശ്വാസത്തോടെ അവരുടെ മാധ്യസ്ഥം തേടുവാനും അവരുടെ മാതൃക അനുസരിച്ച് വിശുദ്ധിയിൽ വളരുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുകയുമേ. വിശുദ്ധ യോസേഫിന്റെയും വിശുദ്ധ ഡോമിനിക്കിന്റെയും വാഴ്ത്തപ്പെട്ട മേരി പുഷ്പാന്റെയും തിരുസ്വരൂപങ്ങൾ ആസ്വദിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുചേരാൻ എല്ലാ മനുഷ്യരെയും വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുന്ന ദൈവമേ, വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളെ അങ്ങ് കനിഞ്ഞ് ആസ്വദിക്കണമേ. പ്രാർത്ഥനയ്ക്കായി ഈ രൂപങ്ങളുടെ മുകളിൽ അണയുമ്പോൾ ഞങ്ങളുടെ മനസ്സും ഹൃദയവും അങ്ങേ പക്കലേക്ക് ഉയർത്തണമേ. ഈശ്വരനെ അനുഗ്രഹിക്കുവാൻ വിശുദ്ധരുടെ ജീവിത മാതൃകകൾ ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. വിശ്വാസപൂർണമായ വണക്കത്തോടുകൂടി അവരുടെ അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുകയുമേ. നമ്മളെ നിരന്തരം കാത്തു പരിപാലിക്കുന്ന പിതാവായ ദൈവത്തോട് ഈ അവസരത്തിൽ നമ്മുടെയും സഭയുടെയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾക്കായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. സഭയെ നയിക്കുന്ന ലിയോ 14 പാപ്പായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ തോമസ് ജെ പിതാവിനെയും സഹായമെത്രാൻ ക്രിസ്തുദാസ് പിതാവിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് ദൈവകൃപയാൽ അവ പൂർത്തിയാക്കുവാനുള്ള അനുഗ്രഹം അവർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തിൽ നിൽക്കുന്ന രാഷ്ട്രതലവന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സാധാരണ ജനത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നന്മയിലേക്കുള്ള മാറ്റം അവരിൽ വരുത്തുവാൻ അവർക്ക് ശക്തി നൽകണമേ. അവരുടെ എല്ലാ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ നന്മയ്ക്ക് മാത്രമായിരിക്കട്ടെ. ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ദൈവഹിതത്തിൽ അധിഷ്ഠിതമാകുവാനും രാജ്യത്തിന് അനുഗ്രഹമാകുവാനും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ മറിയത്തിന്റെ പാത പിന്തുടർന്ന് ആത്മീയമായും ഭൗതികമായും ദൈവജനത്തെ ശാക്തീകരിക്കുവാൻ വിളിക്കപ്പെട്ട ഡൊമിനിക്കൻ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതീക്ഷയുടെയും കരുണയുടെയും പ്രകാശവാഹകരാകുവാൻ ഞങ്ങളുടെ പ്രിയ പ്രയോറിസ്റ്റ് ജനറൽ സിസ്റ്റർ മറിയാമ്മയ്ക്കും കൗൺസിലേഴ്സിനും, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ പ്രയോറസ് സിസ്റ്റർ ആനി മണിയങ്കോട്ടിനും കൗൺസിലേഴ്സിനും, ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിനും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നൽകണമേ. കാലത്തിൻ്റെ അടയാളങ്ങൾക്കൊപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവവചനം ഞങ്ങളുടെ മാംസം ധരിക്കുവാനുള്ള കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെയും കഷ്ടത അനുഭവിക്കുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഹനത്തിലൂടെ മാത്രമാണ് രക്ഷ എന്നുള്ള അവബോധം ഇവരിൽ ഉണർത്തണമേ. ദൈവ തിരുമനസ്സാണെങ്കിൽ അവർക്ക് രോഗശാന്തിയും ജീവിതത്തിൽ സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന ഡേവിഡ് സജ്ജനെയും സിൽവദാസ് സജ്ജനെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. 50 ദിവസത്തെ ഒരുക്കത്തോടെ നടക്കുന്ന ബൈബിൾ കൺവെൻഷൻ അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞ് പരിത്തിയൂർ ഇടവകയിലെ ജനങ്ങളിൽ ആഴമായ സത്യാത്മക മാറ്റം കൈവരുത്തുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം മനോഹരമാക്കാൻ പ്രയത്നിച്ച ആർക്കിടെക്ട് വെഡിസൺ സാർ, കോൺട്രാക്ടർ ക്രിസ്റ്റഫർ, മറ്റെല്ലാ വിഭാഗങ്ങളിലും ക്രിയാത്മകമായി പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരെയും ഇവരുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാചിക്കുന്ന സമയത്ത് പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കുകയും അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കണമേ.